എൻ്റെ വീട്ടിലെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ. കോഴികൾക്കും സുഖസുന്ദരമായി താമസിക്കണ്ടേ, അതിനുവേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂടാണ്. നമുക്ക് ഇത് ലോക്ക് ചെയ്യാം. കുടിക്കാനായിട്ടുള്ള വെള്ളവും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. സി ടീമിലെ 2 കൂട്ടുകാർ പപ്പായി തിന്നുന്നുണ്ടോ, വൈറ്റമിനെ കഴിക്കുന്നു. അതേപോലെ ഇങ്ങനെ ചുറ്റും വെള്ളവും കുടിക്കാൻ വെച്ചിട്ടുണ്ട്. മുട്ടയിടാനായിട്ട് പ്രത്യേകം സജ്ജീകരിച്ചേക്കുന്ന ഒരു കൂട്. അത് മുട്ടയ്ക്ക് വേണ്ടി അവരതിൻ്റെ ഉള്ളിൽ കയറിക്കോളും. 2 കോണികളുണ്ട് അവർക്ക് കയറാനായിട്ട്. സി ടീമിലെ ഒരാൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. രാവിലെ അവരെ അഴിച്ചു വിടും ഇലകളൊക്കെ തിന്നാനായിട്ട്. കണ്ടോ, മുകളിൽ അതിവിശാലമായ ഒരു ഷോറൂം അവർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നു. തൊട്ട് താഴെ അതേപോലെ ഒരു കമ്പാർട്ട്മെൻറ്റ്. അങ്ങനെ നല്ലൊരു അടിപൊളി വൈബോട് കൂടിയ ഒരു കോഴിക്കൂട് ഏവർക്കും നമ്മൾക്ക് ഉണ്ടാക്കാം. വീട്ടിൽ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം. നല്ല മുട്ടകൾ കിട്ടും. പുറത്ത് പോയി വാങ്ങിക്കാണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടും അതിലുപരി നമുക്ക് നല്ലൊരു വൈബ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ എൻ്റെ വിശേഷം. ചെറിയ കൂട്ടി കയറാൻ ചെറിയ കോണി, വലിയ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ വലിയ കോണികൾ. അപ്പം അങ്ങനെ പോകുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും താങ്ക് യു. ഹലോ ഡിയേഴ്സ്, എൻ്റെ വീട്ടിലെ ടീം കോഴിമക്കളാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി വൈബാണ്. അവരുമായിട്ട് നമ്മൾ കുറച്ച് നേരം അവരോട് വന്ന് സംസാരിക്കുമ്പോൾ ഇവരൊക്കെ ടീമുകാരാണ് കേട്ടോ. ഒപ്പം തന്നെ ബി ടീം ഇവരെ അഴിച്ചു വിട്ടിട്ടില്ല. ഫുഡ് കൊടുത്തു കഴിഞ്ഞാലാണ് അഴിച്ചു വിടുക. ഇവരാണ് നമ്മുടെ ബി ടീമിലെ കൂട്ടുകാർ. ഇവരാണ് നമ്മുടെ ലാസ്റ്റ് വന്ന സി ടീമിലെ കൂട്ടുകാർ. അമ്മയില്ലാണ്ട് കണ്ടോ, അവരൊറ്റയ്ക്ക് പുറത്ത് ഭക്ഷണം തേടിപ്പോകുന്നു. മനുഷ്യന്മാരാണെങ്കിലോ എല്ലാത്തിനും അവരോടൊപ്പം അമ്മ, അച്ഛ, ആൻറ്റി എന്ന് പറഞ്ഞ് നടക്കും. കണ്ടോ, അവരെ നോക്കാൻ ആരാ ഉള്ളത്? അവർ സ്വയം പ്രാപ്തരാവണം. ഇതാണ്, ഇവരാണ് നമ്മളുടെ സി ടീം. അവരുടെ കൂടെ നിന്ന് നടക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. സൂപ്പർ. കണ്ടോ, അവരെ അങ്ങ് തുറന്നങ്ങ് വിട്ടേക്കാണ്. നമ്മളവരെ പിടിച്ചു കെട്ടി വെച്ചെങ്കിലോ പിടിച്ചു കെട്ടി വെക്കണില്ല. അവരെ തുറന്ന് വിട്ട് അവരുടെ വിശ്രമം അവരെന്നെ ആസ്വദിക്കുകയാണ്. അവരെ ആവശ്യം കഴിഞ്ഞാൽ നേരെ തന്നെ അവരവരുടെ വീട്ടിനുള്ളിലേക്ക് കയറും. ഒന്നിച്ചു വിടാൻ പറ്റുകയില്ല. വലിയവരുള്ളപ്പോൾ എന്ത് ചെയ്യും, വലിയവർ ഈ സി ടീമിനെ കുത്തും. അത് കാരണം ഷിഫ്റ്റ് അനുസരിച്ച് മാത്രമേ പുറത്തേക്ക് വിടുന്നുള്ളൂ.